കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാരിന്റെ കിസാൻ സമ്മാൻ നിധി ധനസഹായത്തിന്റെ വിതരണം നടന്നു. ഇനി അടുത്തതായിട്ട് സംസ്ഥാനം കാത്തിരിക്കുന്ന ഏറ്റവും വലിയ ജനക്ഷേമ പദ്ധതിയുടെ വിതരണമാണ് ക്ഷേമ പെൻഷന്റെ വിതരണം. നവംബർ മാസം 20-ാം തീയതി വ്യാഴാഴ്ച വിതരണം ആരംഭിക്കുമെന്ന് അറിയിച്ചിരുന്നുവെങ്കിലും ഇന്ന് വിതരണം നടത്തിയിട്ടില്ല. അതിനുള്ള പ്രാരംഭ നടപടികളാണ് ധനവകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത്. അതുമാത്രമല്ല, ഇതിന് ആവശ്യമായിട്ടുള്ള ഫണ്ടെല്ലാം തന്നെ സർക്കാർ കണ്ടെത്തിയിട്ടുണ്ട്. 1800 കോടിക്ക് മുകളിൽ തുക ഇതിനുവേണ്ടി ഇപ്പോൾ ധനവകുപ്പ് അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട്. 63,77,000 വരുന്ന ഗുണഭോക്താക്കൾക്കാണ് തുക എത്തിച്ചേരേണ്ടത്. അതുമാത്രമല്ല, ഈ പ്രാവശ്യത്തെ പെൻഷൻ തുകയിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട്. വർദ്ധിപ്പിച്ച പെൻഷൻ തുകയാണ് നവംബർ മാസം മുതൽ ലഭിക്കുക എന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഈ മാസം നമ്മളുടെ അക്കൗണ്ടിലേക്ക് എത്തുക 2000 രൂപ വീതമായിരിക്കും. ഇനി ഈ വർഷമൊക്കെ പെൻഷൻ അപേക്ഷ വെച്ചവർക്കൊക്കെ 2000 രൂപ മാത്രമേ ലഭിക്കൂ. എന്നാൽ മുൻ വർഷങ്ങളിൽ പെൻഷൻ അപേക്ഷയൊക്കെ വെച്ച് അങ്ങനെ എല്ലാ മാസവും സഹായം വാങ്ങിക്കൊണ്ടിരുന്നവർക്ക് മുൻപ് 5 മാസത്തെ കുടിശ്ശികയുണ്ടായിരുന്നു. അതിൽ 4 മാസത്തെ നൽകി. അതിൻ്റെ ഒരു ഗഡു കൂടി കുടിശ്ശിക ഉണ്ടായിരുന്നത് ഈ പ്രാവശ്യം ചേർത്ത് നൽകുകയാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ലഭിക്കുക 3600 രൂപയായിരിക്കും. അതായത് പണ്ടുണ്ടായിരുന്ന 1600-ൻ്റെ ഒരു ഗഡു കുടിശ്ശിക പ്ലസ് നമ്മൾ ഈ പറയുന്ന 2000 രൂപയുടെ വർദ്ധിപ്പിച്ച പെൻഷനും. അപ്പോൾ 3600 രൂപയോളം ഒരാൾക്കാണ് സർക്കാർ ഈ സമയത്ത് നൽകുന്നത്. തീർച്ചയായിട്ടും 26 ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ സംവിധാനം വഴി ആയതുകൊണ്ട് 1-2 മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ എല്ലാവരുടെയും ബാങ്ക് അക്കൗണ്ടിലേക്ക് സഹായം എത്തിച്ചേരും. ഇനി കൈകളിൽ സ്വീകരിക്കുന്നവർക്ക് 1-2 ദിവസത്തെ താമസമുണ്ടാകും. സഹകരണ ബാങ്കുകളിലേക്ക് തുക ക്രെഡിറ്റ് ആവേണ്ടതുണ്ട്. അതിനുശേഷം ലിസ്റ്റ് അനുസരിച്ച് ഗുണഭോക്താക്കളുടെ വീട്ടിലേക്ക് ഉദ്യോഗസ്ഥരെത്തി ഈ തുക കൈമാറുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു സഹായം കൈകളിൽ കൈമാറുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് അവർക്ക് പാരിതോഷികമൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അവർക്ക് സർക്കാർ പ്രത്യേകമായിട്ട് ഇൻസെൻറ്റീവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രതിമാസം അത് അനുവദിക്കുന്നുമുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരും ശ്രദ്ധിക്കുക. ഇനി 20-ാം തീയതി തന്നെ പെൻഷൻ വിതരണം ആരംഭിക്കുമെന്ന് സർക്കാർ അറിയിച്ചുവെങ്കിലും ഇത് കൃത്യസമയത്ത് ലഭിക്കാത്തതിൻ്റെ കാരണം ഒരുപാട് ആളുകൾ അന്വേഷിക്കുന്നുണ്ട്. അതിൻ്റെ കാര്യങ്ങൾ മറ്റൊന്നുമല്ല, ധനവകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് വിതരണത്തിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ആരംഭിക്കുക എന്നുള്ളതും അത്യാവശ്യം ഒരു ലോങ് പ്രോസസ്സ് തന്നെയാണ്. അതിൻ്റെ അനുമതിയായി അത് ആ ബാങ്ക് അക്കൗണ്ടിലേക്കൊക്കെ ട്രാൻസ്ഫർ ചെയ്യുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. അതുമാത്രമല്ല, ചിലപ്പോൾ സാങ്കേതികപരമായിട്ട് പ്രശ്നങ്ങളും നേരിടാറുണ്ട്. മുൻപ് 2-3 മാസങ്ങൾക്ക് മുൻപ് വിതരണം നടത്തിയപ്പോൾ ഈ തുക റിട്ടേൺ ആകുന്ന ഒരു സംവിധാനം, അതായത് സർക്കാരിൻ്റെ അക്കൗണ്ടിലേക്ക് തന്നെ തിരികെ പോകുന്ന ഒരു സംവിധാനം. ഇങ്ങനെ സാങ്കേതികപരമായിട്ട് പ്രശ്നങ്ങൾ നേരിട്ടാലും നമ്മുടെ അക്കൗണ്ടിലേക്ക് തുക എത്താതെ വരാം. പിന്നീട് വീണ്ടും സർക്കാർ ശ്രമിച്ചുകൊണ്ടേയിരിക്കും അക്കൗണ്ടിലേക്ക് തുക നൽകുന്നതിന് വേണ്ടി. അതുകൊണ്ടൊക്കെ തന്നെ ചിലപ്പോൾ സാങ്കേതികപരമായിട്ടുള്ള പ്രശ്നങ്ങൾ കാരണവും താമസം നേരിട്ടേക്കാം. അതുമാത്രമല്ല, ഈ വിതരണ നടപടികൾ 1-2 ദിവസത്തെ പ്രക്രിയയൊക്കെ തന്നെയാണ്. ചിലപ്പോൾ കൃത്യസമയത്ത് തന്നെ ലഭിക്കാം, അല്ലെങ്കിൽ 1-2 ദിവസത്തെ താമസങ്ങൾ ഉണ്ടായേക്കാം. എങ്കിലും ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കുക. മുടക്കം കൂടാതെ ലഭിക്കുന്ന ഒരു പദ്ധതിയാണ്. അതിനു വേണ്ടിയിട്ടുള്ള ഫണ്ടും സർക്കാർ ഇപ്പോൾ അനുവദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സുരക്ഷിതമായിട്ട് ഈ തുക നമ്മളുടെ അക്കൗണ്ടിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും. അപ്പോൾ വിതരണം അത് ആരംഭിക്കുന്ന സമയം തന്നെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് കൃത്യമായിട്ട് നമുക്ക് അറിയിപ്പ് ലഭിക്കും. ആ സമയം തന്നെ വീഡിയോയിലൂടെ ആ കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കാം. ആ ഒരു സമയത്ത് നിങ്ങളുടെ ബാങ്ക് ബാലൻസ് പരിശോധിക്കുകയോ ഫോണിൽ വന്നിരിക്കുന്ന മെസ്സേജ് ചെക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ മറ്റുള്ള ഗുണഭോക്താക്കളൊക്കെ കമൻറ്റുകളിടും. ആ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതിയാകും. അപ്പോൾ ഈ കാര്യങ്ങൾ കൂടി പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. 63.5 ലക്ഷത്തിന് മുകളിൽ വരുന്ന ആളുകൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ സഹായത്തിൻ്റെ വിതരണത്തിനാണ് സർക്കാർ ഇന്ന് തുടക്കം കുറിച്ചിട്ടുള്ളത്. വരും ദിവസങ്ങളിൽ തന്നെ നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് കൈകളിലേക്ക് സഹായം എത്തിച്ചേരുന്നതാണ്. അപ്പോൾ ഈ അറിയിപ്പ് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക, എല്ലാവരിലേക്കും എത്തിക്കുക. ഇതുപോലുള്ള വിവിധ സർക്കാർ ക്ഷേമ പദ്ധതി അറിയിപ്പുകൾ ആദ്യം തന്നെ നിങ്ങൾക്ക് ലഭിക്കാൻ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.